കൂടെ ഹോളിഡേയ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ 2-3 വീഡിയോസ് ഫേക്കായിട്ടുള്ള കാര്യങ്ങൾ തുറന്നു കാണിക്കുന്ന വീഡിയോസ് ആയിരുന്നു. അപ്പോൾ ചില ആളുകൾ പറയുന്നത് അവർക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഇതേപോലെയുള്ള വീഡിയോസ് കാണുമ്പോൾ പുതിയതിലേക്ക് പോയി ചാടാതിരിക്കാനും അല്ലെങ്കിൽ ഫേക്കായിട്ടുള്ളതൊക്കെ ഐഡൻറ്റിഫൈ ആയിട്ടുള്ളൊരു കിട്ടുന്നുണ്ട്, പൈസ പോകാതെ ഉള്ളൊരു സാഹചര്യമൊക്കെ ഉണ്ട് എന്ന് ആത്മാർത്ഥമായിട്ട് പറയുന്നത് കൊണ്ടാണ് നമ്മൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണം എന്ന് തോന്നുന്ന കാര്യങ്ങൾ അതൊരു വീഡിയോ ആയിട്ട് തന്നെ നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ക്യാൻഡിഡേറ്റ് വിളിച്ചു പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വളരെ സങ്കടം വരുന്ന കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ ഒരു ജോബ് ഓഫറുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ വിസയാണ് കിട്ടിയത് അദ്ദേഹത്തിന്, അല്ലെങ്കിൽ ആ വർക്ക് പെർമിറ്റുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് വേറെ ആൾ പലിശയ്ക്ക് പൈസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വിസയുടെ കോപ്പി കൊണ്ടേ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ പൈസ തരും, ഞാൻ പോകാൻ തയ്യാറാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അദ്ദേഹത്തിന് തന്നെ 2-3 തവണ പൈസ പോയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ഇനി എങ്ങനെയെങ്കിലും കരകയറണം എന്നുള്ളൊരു ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് അദ്ദേഹം ഇതിൻ്റെ പുറകെ ഇറങ്ങി തിരിച്ചത്. അപ്പോൾ അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നമ്മുടെ ചാനലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ കൂടെ അമർത്തിയിട്ടാൽ മാത്രമാണ് പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്തുള്ളൂ. ഈ ഒരു കൊറോണയുടെ ഇഷ്യൂ നടക്കുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അധികം ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾക്ക് അനൗൺസ് ചെയ്യാനില്ല. അതേപോലെ തന്നെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് വളരെ സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിൻ്റെ അടുത്ത് റെഡി ആയിട്ട് നിൽക്കാനായിട്ടുള്ള പേപ്പർ വർക്കുകൾ കാര്യങ്ങളൊക്കെ നീക്കാനുള്ള പരിപാടികൾ ചെയ്യുക. അതേപോലെ തന്നെ ഈ ടൂറിസ്റ്റ് വിസയ്ക്കൊക്കെ വേണ്ടിയിട്ടുള്ള പേപ്പർ വർക്കുകളൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുക. ഇതൊക്കെയാണ് നമ്മൾക്ക് ഇപ്പോൾ ചെയ്യാനുള്ളൂ. പുതിയതായിട്ട് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് സർവീസുകളൊക്കെ 15-ാം തീയതി തുടങ്ങി ഓപ്പൺ ആകുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ തന്നെ അതിൽ കൺഫർമേഷൻ വന്നിട്ടില്ല. പല VFSൻ്റെ ഓഫീസൊക്കെ തുറക്കുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കൺഫേം ആയിട്ടുള്ള ഒരു വിവരം നമ്മൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതൊക്കെ കിട്ടുന്ന മുറയ്ക്ക് വിസയൊക്കെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുന്ന മുറയ്ക്ക് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ എത്തിക്കും. നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾക്കും ഈ പറഞ്ഞ പോലെ തന്നെ വിസ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ജോബിന് അറേഞ്ച് ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്കും എല്ലാവർക്കും ആഗ്രഹമുള്ളതാണ്. പക്ഷേ നമ്മൾക്ക് ആധികാരികമായിട്ടുള്ളൊരു വിവരങ്ങൾ കിട്ടാതെയോ അല്ലെങ്കിൽ ഈ ഒരു ഇഷ്യൂസൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾക്കും കുറേയധികം ആശങ്കകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വിശദമായിട്ട് വീഡിയോയിലേക്ക് നോക്കാം. അതേപോലെ തന്നെ വീഡിയോ ഞാൻ ഇതിൽ പറയുന്നതിലുപരി ഞാൻ ആ ചാറ്റ് ചെയ്ത കാര്യങ്ങൾ, ആ വിസയുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളത് നോക്കുക. അതിനുശേഷം നിങ്ങൾ തീരുമാനിക്കുക, ഇങ്ങനത്തെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്യണോ, ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തുറന്ന് പറയണോ, അതോ ഇങ്ങനത്തെ വീഡിയോ ചെയ്യണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ഒന്ന് കമൻ്റായിട്ടും അതേപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഊർജ്ജം കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വിസയുടെ കാര്യത്തിലേക്ക് നോക്കുക. അപ്പോൾ ഇത് ഈ ഒരു നോർവേ എന്ന് പറയുന്ന രാജ്യത്തേക്ക്, യൂറോപ്പിലെ നോർവേ എന്ന് പറയുന്ന രാജ്യത്തേക്ക് വന്നിട്ടുള്ള ഹെവി ഡ്രൈവറുടെ വിസയാണ്. ഈ വിസയാണ് വന്നിട്ടുള്ളത് 29-ാം തീയതി, ഇന്ന് 30-ാം തീയതിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്നലെയാണ് ഈ വിസ വന്നത്. അപ്പോൾ ഈ വിസ വരാൻ വേണ്ടി വന്നിട്ടുള്ള സമയം എന്ന് പറയുന്നത് വെറും 7 ദിവസം മാത്രമാണ്. അത് ഈ ടൈമിൽ തന്നെ നമ്മൾക്ക് വിസ വന്നു. വിസ വന്നതിൻ്റെ പുറകെ തന്നെ നമ്മൾക്കൊരു സൈറ്റ് അഡ്രസ്സ് വന്നു. ഈ സൈറ്റ് അഡ്രസ്സിൽ ആ വിസയുടെ നമ്പറും അതേപോലെ തന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും പാസ്പോർട്ടിൻ്റെ നമ്പറും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഈസി ആയിട്ട് നമ്മളുടെ വിസ അപ്രൂവൽ ചെയ്തിരിക്കുന്നു. വിസയുടെ കാര്യങ്ങളെല്ലാം സൈറ്റിൽ കാണിച്ചു തരും. 3 ലക്ഷം രൂപയാണ് ഈ വിസയ്ക്ക് വേണ്ടിയിട്ട്. അതായത് ഇത് അവർ മുകളിൽ എഴുതിയിരിക്കുന്നത് വർക്ക് പെർമിറ്റ് എന്നാണ്, അതിൻ്റെ താഴെ ഈ വിസ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവർ എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ ഒരു ഇതിന് വർക്ക് പെർമിറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ വിസയ്ക്കാണെങ്കിൽ 3 ലക്ഷം രൂപ കൊടുക്കണം ഇതിന്. അതിനുശേഷം അവർ പിന്നീടാണ് അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളത് പറയുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ എൻ്റെ റെസ്യൂം അവർക്ക് അയച്ചു കൊടുത്ത് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നോർവേ വേണ്ട, കാനഡ മതി എന്ന് പറഞ്ഞപ്പോൾ അവർ അപ്പോൾ തന്നെ കാനഡയുടെ ഈ വിസ വേറൊരു ആൾക്ക് അയച്ചു കൊടുത്തതിൻ്റെ ഫോർവേഡ് ചെയ്ത് എനിക്ക് അയച്ചു തന്നു. അതിന് 5 ലക്ഷം രൂപയാണ്. അതും 7 ദിവസം കൊണ്ട് തന്നെ അവർക്ക് ഇത് കിട്ടും, വർക്ക് പെർമിറ്റ് അയച്ചു തരും. അപ്പോൾ തന്നെ പൈസ കൊടുക്കണം. അതിനുശേഷം അവർ പറയുന്നത് നമ്മൾ തന്നെ ഈ വിസ ഉണ്ട് കാനഡയിലേക്ക്, അത് കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ അറിയാവുന്ന ആളുകൾക്ക് അറിയാം, അല്ലെങ്കിൽ നമ്മൾ തിരിച്ചു ചോദിച്ചു ഈ വിസ കാനഡയിലേക്ക് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് അവർക്ക് അത് അറേഞ്ച് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് അവരും അതേപോലെ തന്നെ ഒരു സൈറ്റിൻ്റെ അഡ്രസ്സ് അയച്ചു തന്ന് അതിൽ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ വെബ്സൈറ്റിൻ്റെ പേരിൽ ചെറിയ ഡോട്ടോ അല്ലെങ്കിൽ വരുന്ന മാറ്റങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റാതെ ആ സൈറ്റും ഏകദേശം ഒരേപോലെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ചതിക്കപ്പെടാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോ കാണുക, മറ്റുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഹാർഡ് കോപ്പിയാണ് നമ്മൾ കാണിച്ചത്.
ഇത് സോഫ്റ്റ് കോപ്പി അവരെ PDF അയച്ചു തന്നതാണ്. ഇതിൽ മുകളിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് വർക്ക് പെർമിറ്റ് എന്നാണ്, നോർവേയുടെ. അതിൻ്റെ താഴെ വിസ കാറ്റഗറി വർക്ക് പെർമിറ്റ് D എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഹെവി ഡ്രൈവറാണ്, ഇന്ത്യനാണ്, മെയിലാണ്, പേരും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. 20 മുതൽ 2022 വരെ അതിൻ്റെ ടൈമുണ്ട്. ഇതാണ് അവർ അയച്ചു തന്നത്. അതിനുശേഷം നമ്മൾ അവരുടെ അടുത്ത് കൂടുതലായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവരടുത്ത് കാനഡയുടെ, നമ്മൾക്ക് അത് താല്പര്യമില്ല, കാനഡയാണ് താല്പര്യം എന്ന് പറഞ്ഞപ്പോൾ കാനഡയുടെ വിസയാണിത്, ഇലക്ട്രോണിക് ട്രാവൽ അതോറിറ്റി വിസയാണ്. അത് അയച്ചു തന്നിട്ടുണ്ട്. ഇതിൻ്റെ സൈറ്റ് അഡ്രസ്സ് അയച്ചു തന്നിട്ടുണ്ട്, ചെക്ക് ചെയ്യാൻ പറഞ്ഞ്. അപ്പോൾ ഇതേപോലെ തന്നെ കാനഡയുടെ നമ്മൾക്കും തരും. 5 ലക്ഷം രൂപ നമ്മൾ കൊടുത്താൽ മതി. അതും 7 ദിവസമാണ് അതിൻ്റെ ടൈം പറയുന്നത്. കാനഡ ചെക്ക് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളെല്ലാം അവർ അയച്ചു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു സബ്സ്ക്രൈബറാണ് നമ്മൾക്ക് ഇതിൻ്റെ ആദ്യമായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽ അയച്ചു തരുന്നത്. അപ്പോൾ അത് വെച്ച് നമ്മൾ അവരെ ഫോളോ ചെയ്ത് അവരുടെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അവരുടെ വാട്സാപ്പ് നമ്പറാണ് ഈ കാണിക്കുന്നത്. ഇത് അവരുടെ വാട്സാപ്പ് നമ്പറാണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഡൽഹി ആണ് അവരുടെ സ്ഥലം കാണിക്കുന്നത്. ഞാൻ അവരുടെ ഫോണിലും വിളിച്ച് സംസാരിച്ചു. അപ്പോൾ അവർ എത്രയും പെട്ടെന്ന് ഏത് രാജ്യത്തേക്ക് വേണമെങ്കിലും ചെയ്യാമെന്നുള്ളതാണ് അവർ പറയുന്ന കാര്യം. നോർവേയുടെ ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ തന്നെ നമ്മളുടെ അടുത്ത് ട്രാക്ക് ചെയ്ത് അവർ തന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ അടുത്ത് അയച്ചു തന്നു. ഇത് ഇങ്ങനെയാണ് നോർവേയുടെ കാര്യങ്ങൾ ട്രാക്ക് ചെയ്യുന്നതെന്നുള്ള രീതിയിൽ നമ്മുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും അയച്ചു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കാനഡയുടെയും ഇതേപോലെ തന്നെ ട്രാക്ക് ചെയ്യാനുള്ള പ്രൊവിഷനും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇവർക്കുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്നത് ഇവർക്ക് ഫേസ്ബുക്കും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഫേസ്ബുക്കിൻ്റെ ലിങ്കും ഇവർ തന്നിട്ടുണ്ട്. അപ്പോൾ ഫേസ്ബുക്കിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് ഇവരുടെ ഫേസ്ബുക്ക് പേജ്, SJ ലാൻഡ് ജോബ് പ്ലേസ്മെൻറ്റ്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സൈറ്റ് മൊബൈൽ വഴി തന്നെ നോക്കിയെടുക്കാൻ കഴിയും. ഇതിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, അതേപോലെ തന്നെ എല്ലാ രാജ്യങ്ങളുടെയും വിസ ഇവർ ഇതിൻ്റെ കോപ്പി അടക്കം ഇതിലെടുത്ത് ഇട്ടിട്ടുണ്ട്. മെയിൽ ID ഇട്ടിട്ടുണ്ട്. ആ നമ്പറിൽ കോൾ ചെയ്താലും ഇവർ ആക്സെപ്റ്റ് ചെയ്യും. പക്ഷേ ഇവർക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ വിസയും കിട്ടും. അതേപോലെ തന്നെ ഇവർ പറയുന്ന പൈസ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്താൽ മാത്രമാണ് ഇവർ ഇത് അയച്ചു തരുള്ളൂ. നമ്മളുടെ ഒറിജിനലായിട്ടുള്ളത് നമുക്ക് അയച്ചു തരുള്ളൂ. അയച്ചു തരാമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ അവർ പറയുന്നത് നിങ്ങളിത് ഈ PDF എടുക്കുക, പ്രിൻ്റ് ഔട്ട് എടുക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ എംബസിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവർ ബാക്കി അവിടെ വിസ ബാക്കിയുള്ള കാര്യങ്ങൾ അവർ ചെയ്തു തരും എന്നൊക്കെയാണ് പിന്നീട് പറയുന്നത്. കൂടെ ഹോളിഡേയ്സിൻ്റെ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഞാൻ കൂടെ ഹോളിഡേയ്സിന് വേണ്ടി CC സജീന്ദ്രൻ. താങ്ക് യു.